അജബാണ് ത്വയ്ബ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മദീന. കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ കേട്ടിട്ടുള്ള, മോഹിച്ചിട്ടുള്ള, കാണാൻ കൊതിച്ചിട്ടുള്ള മദീന. മദീനയുടെ ചരിത്രങ്ങൾ ഓരോന്നും ഒരൊറ്റ ഫ്രെയിമിൽ നിന്നിട്ട്, ഒറ്റ സ്ഥലത്ത് നിന്നിട്ട് ഓരോന്നും ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ഇവിടുന്ന് നടന്നത്, ഇവിടുന്ന് നടന്നെന്നുള്ള അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അതാണ് ഈ വ്യൂ പോയിന്റ്, അതാണ് ഈ സ്ഥലം. ഈ ഫ്രെയിമിൽ നിന്ന് കാണുന്ന കുറച്ച് കാഴ്ചകൾ, മദീനയുടെ ചരിത്രങ്ങൾ കുറച്ച് കാഴ്ചകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിൽ ഈ ഭാഗത്തായിട്ടാണ് മസ്ജിദ് ഖുബ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണ് മസ്ജിദ് നബവി. അതുപോലെ ഇവിടെയാണ് ഉഹദ് മല വരുന്നത്. അതിന് നേരെ പിൻഭാഗത്താണ് ഖിബ്ലത്തെ മസ്ജിദ് ഉള്ളത്. ഖന്തഖ് യുദ്ധം നടന്നത്. അതുപോലെ തന്നെ ഓരോ പള്ളികളും, മദീനത്തെ പ്രത്യേകമാക്കപ്പെട്ട ഓരോ പള്ളികളും, മുത്തുറസൂലുള്ളാഹികൾ മക്കയിൽ നിന്ന് മദീനയ്ക്കുള്ള ഹിജറയുടെ യാത്രയും ഇവിടെ എത്തുന്നതും അങ്ങനെ ഓരോന്നും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാനും കാണാനും കഴിയുന്ന ഒരു സ്ഥലമാണിത്. ഇൻഷാ അല്ലാഹ് മദീനയിൽ വരുന്ന സമയത്ത് പ്രിയപ്പെട്ടവർ കൂടെ ഈ സ്ഥലത്തേക്ക് നിന്നോക്കൊണ്ടു. ഈ കാഴ്ച കൽബിന് തരുന്ന ഒരു കുളിര്, ഒരു ഫീല്, അത് പ്രൈസ്ലെസ് ആണ്. മാഷാ അല്ലാഹ് ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് മക്കയും മദീനയും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കാനും സാധിക്കും. പരിശുദ്ധ മക്കയിലേക്ക് നോക്കുന്ന സമയത്ത് മക്കയ്ക്ക് ഒരു വിളിപ്പേരുണ്ട്, അജ്ബാലുൽ മദീന, അതായത് മലകളാൽ ചുറ്റപ്പെട്ട പട്ടണം. മലകൾക്ക് ചുറ്റുമാണ്, അല്ലെങ്കിൽ മലകളുടെ മുകളിലും താഴ്ഭാഗത്തായിട്ടാണ്. കഅബ നിൽക്കുന്നത് തന്നെ ഈ മലകൾക്കിടയിലാണ്. പക്ഷേ മദീന അങ്ങനെയല്ല. മദീന ചുറ്റും മല. ഇപ്പം ഉഹദ് മല, ഇതിൻ്റെ ഞങ്ങൾ നിൽക്കുന്ന ഈ ഭാഗത്തുള്ള ഈ മല ചുറ്റും റൗണ്ടിലായിട്ടാണ് മല ഉള്ളത്, ഒരുപാട് ദൂരത്തായിട്ട്. പക്ഷേ ഇതിൻ്റെ നിരപ്പ് സെൻട്രലായിട്ട് നിരന്ന ഭാഗം. എന്താ രസമല്ലേ! ഒരു പട്ടണത്തിൻ്റെ, ഒരു നഗരത്തിൻ്റെ മുഴുവൻ ഭംഗി കിട്ടുന്നത് അതിന് തൊട്ടടുത്തുള്ള ഒരു മലയിൽ കയറിയിട്ട് നോക്കുമ്പോഴാണ്. എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഈ വ്യൂ പോയിൻറ്റുകൾ. ഏത് സമയത്തും ഞാൻ എപ്പോഴും നോക്കാറ്, അല്ലെങ്കിൽ ഞാൻ സ്ഥലത്തേക്കും പോയി കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു മല ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിന്ന് കാണാൻ കഴിയുന്ന ഭാഗം ഏതാണെന്ന് തിരഞ്ഞിട്ട് അവിടെ പോയിട്ട് ആ നഗരത്തിനെ മുഴുവൻ ഒന്നിച്ച് കാണാനാണ് ശ്രമിക്കാറ്. ഇൻഷാ അല്ലാഹ് മദീനയിൽ വരുന്ന സമയത്ത് പ്രിയപ്പെട്ടവരുടെ കൂടെ ഒന്ന് ഈ സ്ഥലത്തേക്കൊന്ന് വന്നോക്കൊണ്ടു, ഈ വ്യൂ പോയിൻ്റ് ഒന്ന് കണ്ടോക്കൊണ്ടു. ഇവിടെ നിന്നിട്ട് മദീനയുടെ ഓരോ ചരിത്രങ്ങളും ഇങ്ങനെ ഓരോ നോക്കി പറഞ്ഞ് ഇങ്ങനെ കാണണം. അതിൻ്റെ ഒരു ഭംഗി, അത് തരുന്നൊരു ഫീല്. മാഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്